ശരി, സിജോയിലേക്ക് മടങ്ങിയെത്താം. കോൺഗ്രസ് നേതാവ് എം ലിജു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എം ലിജു, ഈ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ഉന്നതൻ അറസ്റ്റിലാവുകയാണ്. അത് വെറും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല. നമുക്കറിയാം, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു, മുൻ ദേവസ്വം കമ്മീഷണറായിരുന്നു. എത്രത്തോളം നിർണായകമായിരിക്കും ഈ ഒരു അറസ്റ്റ്? വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇന്ന് നടന്നത്. CPM-ന്റെ ഭരണകാലത്ത് അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതായത് ദേവസ്വം ബോർഡ് കമ്മീഷണർ സ്ഥാനത്തിരുന്ന വ്യക്തി, ഉന്നതനായ ഒരു വ്യക്തി ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന്റെ കാരണം കോടതി നിലപാടുകൾ തന്നെയാണ്. കോടതി ഓരോ ഘട്ടത്തിലും കൃത്യമായ രീതിയിൽ ഈ ശബരിമലയിലെ മോഷണ കേസുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കുകയും കോടതി വിധികളിൽ തന്നെ കൃത്യമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാസുവിനെ അറസ്റ്റ് ചെയ്യുക എന്ന സാഹചര്യത്തിലേക്ക് ഗവൺമെന്റ് എത്തിയത്. എന്താണെങ്കിലും ഇത് വാസുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടെ യഥാർത്ഥത്തിൽ ഇത് ഉന്നതതല വാസുവിനെ ഇപ്പോൾ ഒരാൾ അത്ര ഒരു തീരുമാനം എടുക്കുന്നത് തീർച്ചയായും ഉയർന്ന പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട്? ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ഏതൊക്കെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുണ്ട്? ആരൊക്കെയാണ് ഇത്തരം മോഷണത്തിന് നേതൃത്വം കൊടുക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തത്? ഇതെല്ലാം തന്നെ പുറത്തു വരണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. അതെ, തന്നെയാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്ന സ്ഥിതിക്ക് കൃത്യമായൊരു മറുപടി അത് സർക്കാർ നൽകേണ്ടത് അത്യാവശ്യമല്ലേ? തീർച്ചയായിട്ടും സർക്കാർ മറുപടി നൽകണം. എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇതിന്റെ ഒരു സീക്വൻസ് എങ്ങനെയായിരുന്നു, ഈ വാസുവിന് മാത്രമാണോ ഇതിൽ പങ്ക്, ഇത് മോഷണം പോയ സ്വർണം എവിടെയുണ്ട്, അല്ലാതെ കൃത്രിമമായി തൊണ്ടി കണ്ടെത്തുന്ന രീതി കൊണ്ടൊന്നും ഇതിന് കാര്യങ്ങൾ അവസാനിക്കില്ല. വലിയ മോഷണമാണ് ശബരിമലയിൽ നടന്നത്. വലിയ വിശ്വാസ തകർച്ചയ്ക്കും ഇത് കാരണമായിരിക്കും. അതെ, ഈ മോഷണ സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അന്നത്തെ ദേവസ്വം മന്ത്രിയെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് തന്നെയാണ് കടന്നത്. അപ്പോൾ ഈ നിലവിലെ ഈ ഒരു അന്വേഷണ പുരോഗതി വെച്ച് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ അന്വേഷണം കടക്കുമെന്ന് കോൺഗ്രസിന് തോന്നുന്നുണ്ടോ? ഇപ്പൊ നിലവിലുള്ള എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയട്ടെ. പക്ഷേ അവരുടെയൊക്കെ പങ്ക് വളരെ വ്യക്തമാണ്. ദേവസ്വം മന്ത്രി ഉൾപ്പെടെ മറ്റു ഉന്നതരായ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അവരെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുമോ എന്നും, സർക്കാരിന്റെ ഇത്തരം സംരക്ഷണ ശ്രമം ഉള്ളതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശ്രമിക്കുമോ എന്നുള്ളതുമാണ് അറിയേണ്ടിയിരിക്കുന്നത്.